ഹായ് മക്കളെ, ഓണപരീക്ഷ എത്തിക്കഴിഞ്ഞു അല്ലേ? അപ്പൊ ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് എങ്ങനെ ഭംഗിയായിട്ട് പഠിക്കാം, ഏകൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. FR നിങ്ങളെ കൂടെ ഉണ്ട്. എന്തൊക്കെ പറയാണ്ട് മക്കളെ? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ അവസാനം വരെ കാണണം. അത്രയും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സാർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ആദ്യമായിട്ട് വരുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ആപ്പിലെ മക്കളോടാണെങ്കിൽ അവർക്ക് അറിയാം അവരെങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പരീക്ഷകൾ അവരെ ഇങ്ങനെ പിടിച്ചിങ്ങനെ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സിന്റെ പൂരം, നല്ല നല്ല ക്ലാസ്സുകൾക്ക് കൊടുത്ത് അവർ ഓൾറെഡി സെറ്റാണ്. അപ്പം ഇനി നമുക്കുള്ളത് ഓൺ എക്സാം ആണ്. ഓൺ എക്സാമിന് പ്രാധാന്യം സാറേ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമ്മുടെ ഈ ഒരു ഓണപരീക്ഷ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യമുള്ള മെയിൻ എക്സാമിനേഷൻ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇത് ബെസ്റ്റ് ഇംപ്രഷൻ. ഇവിടെ നല്ല മാർക്ക് കിട്ടിയാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. സാധാരണ എന്താ പറയാ, കുറച്ച് മാർക്ക് കുറയുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ കുട്ടികളെ ടീച്ചേഴ്സിന് വിലയിരുത്താനുള്ള ഒരു സാഹചര്യം കൂടി ഓണം എക്സാമിനുണ്ട്. സി മാർക്കിനൊക്കെ ബാധിക്കുന്നത്, പ്രത്യേകിച്ച് SLC മക്കൾക്കൊക്കെ. അപ്പൊ SLC-കാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ വെറും ലാഘവത്തിൽ കാണരുത്, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ നിങ്ങളുടെ ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പഠിക്കണം, എത്ര പഠിക്കണം, എന്ത് പഠിക്കണം. കുറേ എന്തെങ്കിലും വലിച്ചു പാരി പഠിച്ചിട്ട് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അവിടെ നമുക്ക് വേണ്ടത് നല്ലൊരു ഗൈഡൻസ് ആണ്. ആ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഓണം എക്സാമിനേഷൻ സമയത്ത് കുട്ടികളെ കൈവിട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. തീർച്ചയായിട്ടും പല ആൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഏകനെ ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതങ്ങോട്ട് പറയും. അത് സംഭവം ഇത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ ഓണപരീക്ഷ ആകുന്ന സമയത്ത് നമ്മുടെ ആപ്പിൽ വന്ന കുട്ടികളുടെ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരുപാട് കുട്ടികൾ നമ്മൾ വിശ്വസിച്ച് വരുന്നുണ്ട്. യൂട്യൂബിലൂടെ നമ്മുടെ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മക്കളുടെ പ്രത്യേകത വെച്ചാൽ തേടി പിടിച്ച് വന്ന് കാണുന്ന മക്കളാണ്. ക്വാളിറ്റി ക്ലാസ് വേണം, അത്രയും മീൻസ് പ്രാധാന്യത്തോടെ വന്നിട്ട് നമ്മളെ വന്ന് അന്വേഷിച്ചിട്ട് മനസ്സാറെ അല്ലെങ്കിൽ ഫസിൽ സാറെ, HL സാറെ, റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞു, യുസാർ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് കാണുന്ന മക്കളാണ്. അപ്പൊ അവരെ ഇട്ടേച്ച് പോകാൻ നമ്മളെ കൊണ്ട് പറ്റൂല, ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് നമ്മൾ യൂട്യൂബില് നമ്മൾ ഇന്റൻസീവ് ആയിട്ട് വൺ ഷോട്ട് റിവിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ എത്തും. പിന്നെ ഇവർക്ക് വേണ്ട ഒരു സാധനം എന്താണെന്ന് അറിയോ? നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം ഇവർക്ക്. തീർച്ചയായിട്ടും വേണം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് മക്കളെ, നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു സ്റ്റഡി പ്ലാന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക വേണം. ഇത് സ്റ്റഡി പ്ലാൻ മാത്രമല്ല, ഇവർക്ക് എന്താണോ നീഡ് ഉള്ളത് താഴെ കമന്റ് ബോക്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഉറപ്പായിട്ട് എഴുതുക. ഈവൻ ദാറ്റ് സബ്ജക്ട് അടക്കം അവർ എഴുതട്ടെ, ഈ സബ്ജക്ട് വേണം സാറേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരിക്കലും നിങ്ങൾ ഇട്ടേച്ച് പോലെ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്. കാരണം ഓണപരീക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയി തന്നെ നിങ്ങൾ മുമ്പിൽ ഞങ്ങൾ വരാൻ പോവാണ്. ഞങ്ങളൊരു വലിയൊരു പ്ലാനൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. യെസ്, നല്ലൊരു പ്ലാൻ, സ്റ്റഡി പ്ലാൻ ഓൾറെഡി ഞങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി എനർജി ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പം അത് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വാരിക്കോരി തരും. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈനലി പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഏകൻ നിങ്ങളെ കൈവിടുന്നില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ആപ്പിലെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ ഇമ്പോർട്ടന്റ് ആണ്. ആപ്പിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെ യൂട്യൂബിലുള്ള നിങ്ങൾക്കും നമ്മൾ കൃത്യമായി റിവിഷൻ ക്ലാസ്സിലൊക്കെ പക്കാ തരും. അപ്പം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ പോകുന്നിട്ട്